സമഗ്ര വളർച്ചയുടെ പാതയിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്കിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള എന്നത്തെയും വ്യക്തതയാണ് ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ആ വ്യക്തതയുടെ പാർട്ടിയാണ് CPI. വിദ്യാഭ്യാസ രംഗത്തെ ചലനങ്ങളെ ആ കാഴ്ചപ്പാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ PMCയെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഇടതുപക്ഷ വീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. PMCയെ പറ്റിയുള്ള പുത്തൻ തീരുമാനങ്ങളെപ്പറ്റി ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. ഏറ്റവും ഗൗരവമേറിയ കാര്യം, പത്രവാർത്തകളല്ലാതെ PMCയുമായിട്ട് ബന്ധപ്പെട്ട MOU എന്താണെന്നോ അതിലൊപ്പിടുമ്പോൾ കേരളത്തിന് കിട്ടിയ വാഗ്ദാനം എന്താണെന്നോ ഇത്തരം കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുട്ടിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, LDFിൽ ഓരോ പാർട്ടിക്കും അറിയാൻ അവകാശമുണ്ട്. LDF ഗവൺമെന്റ് അങ്ങേ അറ്റത്തെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉടമ്പടിയിൽ പങ്കാളിയാകുമ്പോൾ ആ ഉടമ്പടി എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ്, ഇതെല്ലാം അറിയാൻ അവകാശമുണ്ട്. അതറിയാനും അറിയിക്കാനുമുള്ള വേദിയാണ് LDF, അതിന്റെ സമിതികൾ. അവിടെ ഒന്നും ഇതേപ്പറ്റി ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു, ഘടക പാർട്ടികളെയെല്ലാം അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടല്ല LDF എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് പോകേണ്ടത്. LDFിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് കേവലമായ അധികാരത്തിന്റെ ഒരു സംവിധാനമായിട്ടല്ല, 5 കൊല്ലമോ 10 കൊല്ലമോ 15 കൊല്ലമോ ഭരിക്കാനുള്ള ഒരു ഭരണത്തിന്റെ മാത്രമുള്ള ഉപാധിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFിനെ കാണുന്നത്. LDF ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയതമായ ദൌത്യം പൂർത്തീകരിക്കാൻ കടപ്പെട്ട രാഷ്ട്രീയ പക്ഷമാണ്. ആ ദൌത്യത്തിന്റെ കാതലാണ് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ. ആ ബദലിനാവശ്യമായ പരിപാടി, ആ ബദൽ കാഴ്ചപ്പാടും ആ പരിപാടിയുമാണ് LDFിനെ വ്യത്യസ്തമാക്കുന്നത്. അതാണ് LDFിന്റെ മഹത്വം. ആ മഹത്വത്തിന്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ അംശങ്ങളും ആരെക്കാളും ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതുകൊണ്ട് പറയുകയാണ്, ഇത്രയേറെ ഗൗരവമേറിയ ദൂരവ്യാപക അർത്ഥമുള്ള ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ LDF ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ, ഒരു MOU ഒപ്പിടുമ്പോൾ അതിനെപ്പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി, രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല. LDFിന് മാത്രമല്ല, നിങ്ങൾ അന്വേഷിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടു. മന്ത്രിസഭയ്ക്കകത്തും ഈ MOUവിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല. 2 തവണ ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. 2 തവണ. അത് കഴിഞ്ഞ വർഷം 24 ഡിസംബറിൽ, ഈ വർഷം ഏപ്രിലിൽ. ആ 2 തവണയും ഇതിനെ കൃത്യം തിരുത്തതൊക്കെയാണ്. 4/12/24 ഒന്നാം വട്ട ക്യാബിനറ്റിൽ ഇത് ചർച്ചയ്ക്കല്ല അജണ്ടയിൽ വന്നു. പിന്നീട് 9/4/25 അത് ക്യാബിനറ്റ് മുമ്പാകെ വന്നു. ആ 2 തവണയും
നയപരമായ തീരുമാനങ്ങൾക്കായി അത് മാറ്റിവെച്ച വിഷയമാണ്. അർത്ഥമുണ്ട്. നയപരമായ തീരുമാനം വേണം എന്ന കാഴ്ചപ്പാടിൽ ആ കാഴ്ചപ്പാട് ശരിയാണ്. ശരിയായ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ക്യാബിനറ്റ് മാറ്റിവെച്ചൊരു വിഷയമാണ്. ആ വിഷയം പിന്നീട് ഒരിക്കലും ക്യാബിനറ്റ് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആ വിഷയത്തെപ്പറ്റി നയപരമായ തീരുമാനം കൈക്കൊള്ളാനും നയപരമായി സർക്കാരിനെ നയിക്കുവാനും കടപ്പെട്ട LDF-ന് ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൌരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDF-ന്റെ ശൈലി. ഇതാകരുത് LDF-ന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിന്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്. ഇതിനകത്ത് ഒപ്പിട്ടതായുള്ള വാർത്തകൾ വരുന്നു കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കി. ആ വാർത്ത ശരിയാണെന്നറിഞ്ഞു. ഇന്നലെ രാത്രിയിൽ വൈകും വരെ നിങ്ങളെല്ലാം വിളിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഒറ്റ വാചകമാണ്: കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, അറ്റ് ദാറ്റ് മൊമെന്റ് ഐ വാസ് നോട്ട് ഷുവർ ഓഫ് ദാറ്റ്, കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. അത് ശരിയായിരുന്നു. ആ വാർത്ത ശരിയായിരുന്നു. ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്.